നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ കണ്ണ് തുറന്ന ഉമാ തോമസ് കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്തതായി മകൻ പറഞ്ഞു. ഉമാ തോമസിന്റെ മകൻ പറഞ്ഞു. ഉമാ തോമസിനെ കണ്ടതിന് ശേഷമാണ് തന്റെ മകൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് നിലവിൽ ഉമാ തോമസ്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ആശുപത്രി അധികൃതർ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും. ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. ഉമാ തോമസ് കണ്ണുകൾ തുറന്നതും കൈകാലുകൾ അനക്കിയതും ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വരെ ഉമാ തോമസിന്റെ ആരോഗ്യനില മാറ്റമില്ല എന്നായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. റായ് മെഡിസിറ്റിയിലാണ് ഉമാ തോമസ് ചികിത്സയിൽ കഴിയുന്നത്. ഞായറാഴ്ചയാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് താഴേക്ക് വീണത്. 15 അടി ഉയരത്തിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സകൾ പുരോഗമിച്ചത്. ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ല എങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. തലയിലെ മുറിവിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും തലയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ലായിരുന്നു. എന്നാൽ ശ്വാസകോശത്തിനേറ്റ ചതവും അവിടെ രക്തം കെട്ടിക്കിടക്കുന്നതുമായിരുന്നു ആശങ്കയായി ഉണ്ടായിരുന്നത്. ശ്വാസകോശത്തിനേറ്റ ചതവ് ഭേദമായാൽ മാത്രമേ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ശ്വാസകോശത്തിന് വിശ്രമം നൽകാനാണ് വെന്റിലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നില നോക്കി വെന്റിലേറ്റർ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട് എങ്കിലും ശരീരത്തിൽ ഗുരുതരമായ മറ്റ് പരിക്കുകളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരെ സംസ്ഥാന സർക്കാർ റായ് മെഡിസിറ്റിയിലേക്ക് നിയോഗിച്ചിരുന്നു. ഇവരുമായി കൂടി ചികിത്സാ രീതികൾ തീരുമാനിക്കുന്നുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ 12,000 നർത്തകരുടെ മെഗാ ഭരതനാട്യം പരിപാടിക്ക് എത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ഉമാ തോമസ് ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണത്. സംഭവത്തിന് പിന്നാലെ പരിപാടിയുടെ സംഘാടനത്തിലെ പിഴവിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വലിയ വിവാദങ്ങളിലേക്കും അത് എത്തിപ്പെട്ടിട്ടുണ്ട്.